Sure. It's a lovely house. Thank you very much. ഇന്ന് ഇത് എത്രാമത്തെ തവണയാണ് എനിക്ക് നന്ദി പറയുന്നതെന്നറിയാം. എന്റെ റിലീഫ് നിങ്ങൾക്ക് അറിയില്ല. ഇത്ര പെട്ടെന്ന് ഒരു വീട് തരപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല മിസ്റ്റർ വിജയ്. മിസ്റ്റർ വിജയ് അല്ല, വെറും വിജയ്. ആ, എന്നാൽ വെറും വിജയ്. നിങ്ങളുടെ കൂട്ടുകാരൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിവാദ സുന്ദരി ആരോടും പറയാതെ മുങ്ങി എന്നാവും നാളത്തെ പത്രങ്ങളിലെ തലക്കെട്ട്. ജാസ്മിൻ, ഒന്നുമില്ല, നല്ല പേര് കേൾക്കുമ്പോ ഒരു പെർഫ്യൂം അടിച്ച തോന്നൽ. തോന്നൽ, അതാണ് കുഴപ്പം. എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, വെറും തോന്നൽ മാത്രം. അതിൽ യാഥാർത്ഥ്യമില്ല. What do you mean? ഇപ്പോ മേനോൻ അങ്കിളിനെ കൊലപ്പെടുത്തിയത് കണ്ട ഐ വിറ്റ്നസ് ആണ് ഞാൻ. An eye witness without eyesight. കണ്ടില്ലേ? കണ്ടു. കണ്ടോ? കണ്ടില്ല. കണ്ടു എന്നത് വെറും ഒരു തോന്നൽ മാത്രം. ഒരിക്കലും ഞാൻ എൻ്റെ വൈകല്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടില്ല വിജയ്. പക്ഷെ ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു. ഓർക്കാൻ നല്ലതൊന്നും അധികമില്ലാത്ത എനിക്ക് ഒരച്ഛൻ്റെ സ്നേഹം തന്ന ഒരു പാവ മനുഷ്യൻ, അദ്ദേഹത്തെ കൊന്നിട്ടിറങ്ങിപ്പോയവന്റെ മുഖം കാണാനായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. ജാസ്മിൻ, എന്താ ഇത്? റിലാക്സ്. എല്ലാവർക്കും എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. പാലക്കാട്ട് ജനിച്ച സരസ്വതി മേനോൻ ബോംബെയിലെ ഫ്ലോറ ഫൗണ്ടനിൽ ബിസിനസ്സുകാരനായ സലീം ഖാനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. അവരുടെ മകളായ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃത്യമായിട്ടൊരു ദൈവം പോലുമില്ല. രണ്ടുപേരുടെയും ഭാഷകൾ ഞാൻ പഠിച്ചു, ആചാരങ്ങളും വിശ്വാസങ്ങളും പഠിച്ചു. അമ്മയും പപ്പയും വേർപിരിഞ്ഞതോടെ അവശേഷിക്കുന്നത് കൺഫ്യൂഷൻ മാത്രം. ജസ്റ്റ് കൺഫ്യൂഷൻ. ഞാൻ എന്തൊക്കെയോ വിജയനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ ജീവചരിത്രം വളരെ ലളിതമാണ്. അമ്മയും അച്ഛനും നേരത്തെ മരിച്ചു. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളും ആരുമില്ല, അത്ര തന്നെ. ഓ, സ്ഥിരം നായക വേഷം. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്തിനു വിജയനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞെന്ന്. മേ ബി യു ആർ എ ഫ്രണ്ട് ഇൻ നീഡ്.
എന്തായിരുന്നു നിന്റെ പ്രകടനം? പോലീസിന്റെ മുമ്പിൽ നീ വിറക്കില്ല അല്ലേ? ഇപ്പൊ എവിടെ പോയി നിന്റെ ലീഗൽ പ്രൊട്ടക്ഷൻ? എന്നെ കുറിച്ച് നീ എന്താടി ധരിച്ചത്? നിന്റെ ജാടയിൽ ഞാൻ വരണ്ടുപോയി, അതോ നിന്റെ സോഫിസ്റ്റിക്കേഷനിൽ ഞാൻ ഭ്രമിച്ചു പോയി? പോലീസ് എന്നും പോലീസാടി. വേണ്ടി വന്ന നിന്നെയല്ല നിന്റെ... വേണ്ട, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കാതെ പറ മോളെ, ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഞാൻ പറഞ്ഞത് സത്യം, എനിക്കൊന്നും അറിയില്ല. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനാ ഞാൻ അവിടെ പോയത്. അപ്പോഴാ എന്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ. പിന്നെ ലോകത്തുള്ള കൊള്ളാവുന്ന മനുഷ്യരൊക്കെ നിന്റെ കാൽ ചുവട്ടിൽ വീണ് മരിക്കാൻ നീ ആരാടി? ദേവിയുടെ അവതാരം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ മനുഷ്യന് ഒരു പരിചയമില്ല. അയാളെ ഞാൻ ആദ്യമേ കാണുന്നത് ഈ ഓഫീസിന്റെ മുമ്പിൽ വെച്ച. അയാളുടെ പേരോ പ്രൊഫഷനോ ഒന്നും എനിക്കറിയില്ല. കൊള്ളാം, നല്ല വിനയം. ഇപ്പൊ എവിടെ പോയടി നിന്റെ തിളപ്പൊക്കെ? ആനന്ദ്, ഞാൻ വന്നത്... നോ ശിവരാമൻ സർ, കം വിത്ത് മീ. ആനന്ദ്, നീ എന്തിനാ ജാസ്മിനെ ഇവിടെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്? വിജയേട്ടൻ അറിയില്ല എന്റെ സീരിയസ്നെസ്. 3 ദിവസത്തിനുള്ളിൽ 2 കൊലപാതകങ്ങൾ, അതും ഹൈ പൊസിഷനുള്ളവർ, സ്വാധീനമുള്ളവർ. അത് രണ്ടും ഇവളുടെ മുമ്പിൽ വെച്ച്. സോ വാട്ട്? ഇവൾക്ക് ഇതുമായി എന്തോ ബന്ധമുണ്ട്. വിജയേട്ടൻ അറിയോ? ഇവൾ എന്നെ കാണാൻ വന്ന അതേ ദിവസം തന്നെ തമ്പുരാൻ സാറും എന്നെ കാണാൻ വന്നിരുന്നു. മേനോൻ സാറിന്റെ കൊലക്കേസ് അന്വേഷണത്തിൽ ഉപേക്ഷിച്ചതെന്ന് എന്നോട് പറയാം. സോ വാട്ട് ആനന്ദ്? നീ ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കരുത്. തമ്പുരാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ജാസ്മിൻ അയാളെ കൊലപ്പെടുത്തി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, മേനോൻ സാറും തമ്പുരാൻ സാറുമായിട്ടുള്ള അടുപ്പം, മേനോൻ സാറും ജാസ്മിനുമായിട്ടുള്ള അടുപ്പം, ഈ 2 കൊല നടന്നപ്പോഴുള്ള അവളുടെ സാന്നിധ്യം. ഐ തിങ്ക് ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ് എ പാറ്റേൺ ടു ഇഗ്നോർ. ഇല്ല വിജയേട്ടാ, എനിക്ക് അവളെ കൂടുതൽ ചോദ്യം ചെയ്തേ പറ്റൂ. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. നിനക്കറിയില്ല ഒരു പാവം പെണ്ണിനോട് നീ ചെയ്യുന്ന അനീതി എത്ര വലുതാണെന്ന്. വിജയേട്ടൻ എന്തിനാ അവൾക്ക് വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നത്? എനിക്ക് നിന്നോട് സഹതാപം തോന്നും. വൈ? ബിക്കോസ് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അവൾ നിനക്ക് അവളെ സംബന്ധിച്ച എല്ലാ റെഫറൻസും തന്നില്ലേ? അന്വേഷിച്ചാൽ 24 മണിക്കൂറിനകം അവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ കമ്പ്യൂട്ടറിലെത്തും. നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇനി നിനക്ക് അവളെ പറ്റി അറിഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എല്ലാം. പക്ഷെ നീ എനിക്ക് ഉറപ്പ് തരണം, അവളുടെ നിജസ്ഥിതി നിനക്ക് ബോധ്യപ്പെട്ടാൽ അവളെ വെറുതെ വിട്ടയക്കുമെന്ന്. ഓക്കെ? ഓക്കെ? വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. വിഷമല്ല വിജയ്, ആകെ ഒരു മരവിപ്പ്. ഒന്നും മനസ്സിലാവുന്നില്ല. someone is playing a game with me. എനിക്ക് പിടികിട്ടാത്തൊരു റെക്ലെസ് ഗെയിം. പക്ഷേ എന്തിന്? അതൊന്നും ആലോചിക്കണ്ട, എല്ലാം എനിക്ക് വിട്ടേക്ക്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായാലും അയാളെ നമ്മൾ കണ്ടെത്തും, തീർച്ച. അതിനെൻ്റെ ഒപ്പം ഉണ്ടാവോ? പറയൂ, ഉണ്ടാവോ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ആസ് എ ട്രൂ... വേണ്ട, കൃത്യമായിട്ടൊരു പേര് കൊടുത്ത് നമ്മുടെ ബന്ധത്തെ ചെറുതാക്കണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പാസ്റ്റ് എല്ലാം... വിജയിൽ ഞാൻ ഒരുപാട് പേരെ കാണുന്നു. വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സുഹൃത്ത്, പ്രൊട്ടക്ട് ചെയ്യുന്ന ഫാദർ, പിന്നെ എപ്പോഴും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ. ജാസ്മിൻ, അത്... അരുത്, അരുത്, മറുത്തൊന്നും പറയരുത് പ്ലീസ്. ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. വിജയേട്ടൻ ഞാനാ. ചേട്ടൻ പറഞ്ഞ നേരാ. ജാസ്മിൻ തന്ന റെഫറൻസ് ഒക്കെ ശരിയാ. എനിക്കിവിടെ ഇമെയിൽ കിട്ടി. വിജയേട്ടാ, ഞാൻ ആ കുട്ടിയോട് ചെയ്ത് ശരിയായില്ല തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ,
ഹായ് ആനന്ദ്. ഹായ്. നീ എന്താ ഇവിടെ? ഞാൻ ജാസ്മിനെ ഒന്ന് കാണാൻ. മറ്റൊന്നിനുമല്ല. ഐ ഓ യു ആൻ അപ്പോളജി. ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ജാസ്മിൻ്റെ ആയിരുന്നു. ഹാവൂ, അവസാനം എനിക്ക് ക്ലിയറൻസ്. ഇത് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും വിശ്വസിക്കും. സർ, ഒന്ന് ചെക്ക് ചെയ്യണം സർ. എക്സ്ക്യൂസ് മീ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഐ എം റിയലി സോറി. ഏയ് അങ്ങനെയൊന്നുമില്ല. യു ഡിഡ് യുവർ ജോബ്. ദാറ്റ്സ് ഇറ്റ്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. ഇത്രയും സെൻസേഷണൽ ആയ ഒരു കേസായതുകൊണ്ട് ഞാൻ അല്പം എക്സൈറ്റഡ് ആയിപ്പോയി. ഐ സെഡ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫ്രെഡി, ആ ഡിഷ് ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഇതെന്താ വിജയേട്ടാ, വണ്ടിയും ക്രൂ കേട്ടുന്ന എന്താ പരിപാടി? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? ആ, ദേ മാറിയല്ലേ. I'll tell you, man. Excuse us. സച്ചിദാനന്ദനാണ് എന്റെ ടാർഗറ്റ്. അക്കാരി ഇവിടെ അടുത്ത് അയക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്. പക്ഷെ കുപ്പിയിൽ കയറുന്നത് വ്യാജന. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ടിവിയിൽ എന്റെ പ്രോഗ്രാം കാണുക. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം. വേണ്ട. വിജയേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? It's because I have a nose for news.